ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഹൈ പ്രോട്ടീൻ ദോശയും അതിന് കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പച്ചരിയും ചെറുപയറും കൂടി തലേന്ന് കുതിരയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കെട്ട് പാലക്ക് ചീരയാണ്, അത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 5 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഇതെല്ലാം നല്ല വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിയും പയറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, പാലക് ചീര എല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ അരച്ചുടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒഴിച്ചെടുക്കാം. ചെറിയ മക്കളൊന്നും പാലക്കും ചെറുപയറൊന്നും കഴിക്കാറില്ലല്ലോ. അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതേപോലെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. പിന്നെ നമുക്ക് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അതിന് കഴിക്കാനായിട്ട് ഒരു ചട്നി കൂടി തയ്യാറാക്കണ്ടേ? അപ്പോൾ ഇന്ന് പൊട്ടുകടലയും തേങ്ങയും കൂടി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ചട്നിയുടെ റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അടുപ്പത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവിനനുസരിച്ചിട്ട് ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ജീരകമാണ്. ഇതെല്ലാം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ പച്ചമണം എല്ലാം മാറി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാമേ. പൊട്ടുകടല ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറി കിട്ടണം കേട്ടോ. ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആദ്യമേ വെള്ളം ഒഴിക്കണമെങ്കിൽ കഷ്ടമാണ് അരയ്ക്കാനായിട്ട്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് കടുക് താളിക്കലാണ്. അതേപോലെ സാധാരണ നമ്മൾ കടുക് എങ്ങനെയാണോ താളിക്കാറ് അതേപോലെ താളിച്ചാൽ മതി. താളിക്കുന്ന സമയത്ത് ഒരു പിഞ്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചട്നി റെഡി ആയിട്ടുണ്ട്. ചൂട് ദോശയ്ക്കൊപ്പം ഒരു തേങ്ങ ചട്നി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. തുടർന്നുള്ള വീഡിയോസിനൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.